വയനാട് MP പ്രിയങ്ക ഗാന്ധി പുൽപ്പള്ളി സീതാദേവി ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ദീപക് മോഹൻ നമുക്കൊപ്പമുണ്ട്. ദീപക് മോഹൻ, പ്രിയങ്ക ഗാന്ധിയും സംഘവും ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. എപ്പോഴാണ് പ്രിയങ്ക എത്തിയത്? സുജയ, അല്പം മുൻപാണ് കണ്ണൂർ വിമാനത്താവളത്തിൽ പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ പുൽപ്പള്ളി സീതാദേവി ക്ഷേത്രത്തിലേക്ക് എത്തിയത്. ക്ഷേത്രവാഹികളും ഒപ്പം വയനാട് ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രിയങ്ക ഗാന്ധിയെ സ്വീകരിച്ച ക്ഷേത്രത്തിനകത്തേക്ക് ആനയിച്ചിരിക്കുകയാണ്. 3 ദിവസത്തെ പരിപാടികൾ 3 ദിവസത്തെ സന്ദർശനത്തിനായിട്ടാണ് പ്രിയങ്ക ഗാന്ധി സ്വന്തം മണ്ഡലമായ വയനാട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. പുൽപ്പള്ളിയിലെ സീതാദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്താനാണ് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി എത്തിയിരിക്കുന്നത്. പ്രവർത്തകർ ഒപ്പമുണ്ട്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ദീപക് മോഹൻ, കേൾക്കാമെങ്കിൽ ഇനി എന്തൊക്കെയാണ് പരിപാടികൾ ക്ഷേത്ര ദർശനത്തിന് ശേഷം? മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി വയനാട്ടിലേക്ക് എത്തിയതാണ് പ്രിയങ്ക ഗാന്ധി MP. ഇപ്പോൾ സീതാദേവി ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥനകൾ നടത്തുകയാണ്. ഒപ്പം പ്രവർത്തകരുമുണ്ട്. അവിടെ ഒരു നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ് പ്രിയങ്ക ഗാന്ധി വേണം മനസ്സിലാക്കാൻ. നെയ്വിളക്ക് സമർപ്പിക്കുന്നു. ദീപക് മോഹൻ, നെയ്വിളക്കൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് പ്രിയങ്ക ഗാന്ധി. ക്ഷേത്ര ദർശനത്തിൽ നിന്നാണോ ഈ 3 ദിവസത്തെ പരിപാടികളുടെ തുടക്കം? സുജ, ഇന്നിപ്പോൾ പുൽപ്പള്ളി സീതാദേവി ക്ഷേത്രത്തിൽ നിന്നാണ് പ്രിയങ്ക ഗാന്ധിയുടെ ആദ്യ പരിപാടി ആരംഭിക്കുന്നത്. 3 ദിവസത്തെ പരിപാടികൾ മണ്ഡലത്തിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. രാവിലെ കണ്ണൂർ വിമാനത്താവളത്തിൽ തിരിച്ചേർന്ന പ്രിയങ്ക അവിടെ നിന്നും റോഡ് മാർഗമാണ് ഇങ്ങോട്ടേക്ക് എത്തിയത്. ഇപ്പോൾ ക്ഷേത്ര ദർശനത്തിന് ശേഷം ഇങ്ങോട്ടേക്ക് എത്തിയത്. ഇപ്പോൾ ദർശനത്തിന് ശേഷം പ്രിയങ്ക ഗാന്ധി പുറത്തേക്ക് ഇറങ്ങുകയാണ്. അല്പസമയത്തിനുള്ളിൽ പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ ഓഫീസ് കെട്ടിട ഉദ്ഘാടനം പ്രിയങ്ക ഗാന്ധി നിർവഹിക്കുന്നുണ്ട്. അതിനുശേഷം ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി ഇരളം സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയ ഗ്രൗണ്ടിൽ നടക്കുന്ന പരിപാടിയിലും പ്രിയങ്ക പങ്കെടുക്കും. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം വൈകിട്ട് 4 മണിയോടുകൂടിയാണ് ചുരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട ടൗൺഷിപ്പിന്റെ തറക്കല്ലിടൽ ചടങ്ങിൽ പങ്കെടുക്കുക. അപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം പ്രിയങ്ക ഗാന്ധി ക്ഷേത്രത്തിന് പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. സൂര്യ, ക്ഷേത്രത്തിലേക്ക് വരുന്ന ഭാഗത്ത് പരവതാനിയൊക്കെ ഉണ്ടല്ലോ. സുജിയ, പുൽപ്പള്ളി സീതാദേവി ക്ഷേത്രത്തിൽ പ്രിയങ്ക ഗാന്ധിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് വലിയ ഒരുക്കങ്ങൾ തന്നെയാണ് ഈ ക്ഷേത്ര ഭാരവാഹികളും വയനാട്ടിലെ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകളും ഒരുക്കിയിരിക്കുന്നത്. സുൽത്താൻ ബത്തേരി MLA IC ബാലകൃഷ്ണൻ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് നേതാക്കൾ പ്രിയങ്ക ഗാന്ധിയെ സ്വീകരിച്ചു. ഇപ്പോൾ അമ്പലത്തിലെ, അതായത് ക്ഷേത്രത്തിലെ ദർശനത്തിന് ശേഷം ക്ഷേത്ര കമ്മിറ്റി ഓഫീസിലെത്തി ഭാരവാഹികളെ പ്രിയങ്ക സന്ദർശിക്കുകയാണ്. ഇതിനുശേഷമായിരിക്കും ഇരളത്തും പുൽപ്പള്ളിയിലുമുള്ള പരിപാടികളിൽ പ്രിയങ്ക പങ്കെടുക്കുക. പുൽപ്പള്ളിയിൽ മറ്റൊരു പരിപാടി കൂടി പ്രിയങ്ക സംബന്ധിക്കുന്നുണ്ട്. അതിൽ പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് അല്പസമയത്തിനുള്ളിൽ പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കും. അതിനുശേഷമായിരിക്കും ഇവിടെ നിന്ന് ഇരളത്തേക്കും പിന്നീട് കൽപ്പറ്റയിലേക്കും നീങ്ങുക. നേതാക്കൾ ആരൊക്കെയുണ്ടൊപ്പം? സുജയ, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വയനാട് സുൽത്താൻ ബത്തേരി MLA IC ബാലകൃഷ്ണൻ, അതുപോലെ തന്നെ വയനാട് DCCയുടെ ഭാരവാഹികളായിട്ടുള്ള കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്നിപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കൽപ്പറ്റ MLA T സിദ്ദിഖും അതുപോലെ തന്നെ കണ്ണൂർ AP അനിൽകുമാർ MLA ആളുകൾ കൽപ്പറ്റയിൽ ഈ തറക്കല്ലിടൽ ചടങ്ങിൽ അവിടെ നിന്ന് പ്രിയങ്ക ഗാന്ധിയോടൊപ്പം ചേരും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. പുൽപ്പള്ളി സീതാദേവി ക്ഷേത്രത്തിൽ ഇപ്പോൾ ദർശനം നടത്തി ക്ഷേത്ര കമ്മിറ്റി ഓഫീസിലേക്ക് അവിടെ ഭാരവാഹികളുമായൊക്കെ സംസാരിക്കുകയാണ് പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ.